ഈശോയിലേറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, 50 നോമ്പിൻ്റെ 22-ാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇന്നലെ മുതൽ നാം മൂലപാപങ്ങളെക്കുറിച്ച് ചിന്തിച്ചു വരികയായിരുന്നു. രണ്ടാമത്തെ മൂലപാപമായ ദ്രവ്യാഗ്രഹത്തെക്കുറിച്ചും അതിൻ്റെ നേരെ എതിരായി നമ്മുടെ ജീവിതത്തിൽ വരേണ്ട പുണ്യമായ ഔദാര്യത്തെക്കുറിച്ചും ഒരു നിമിഷം നമുക്ക് വചനങ്ങളിലൂടെ ഒന്ന് ചിന്തിക്കാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 6-ാം അധ്യായം 10-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. ഈശോയിൽ പ്രിയമുള്ളവരെ, ധനമോഹം, സമ്പത്തിന് പിന്നാലെയുള്ള ഓട്ടം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള വേദനകൾക്കും അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ മുറിപ്പെടുത്തുന്നതിനും സഹോദരർ തമ്മിലുള്ള സ്നേഹത്തിലും ഐക്യത്തിലും സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലെ വിള്ളലുകൾക്ക് കാരണമാകും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. വചനം നമ്മെ അങ്ങനെ ഓർമ്മിപ്പിക്കുക. എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം ധനമോഹമാണ്. ധനത്തിന് വേണ്ടി, സമ്പത്തുണ്ടാക്കുന്നതിന് വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യാൻ മടിക്കാതെ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ധനമോഹം എന്ന മേഖലയെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റിവെക്കുന്നതിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 13-ാം അധ്യായം 5-ാം തിരുവചനം ഇങ്ങനെ പറയുകയാണ്: നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ യാതൊരു വിധത്തിലും ദൈവം നമ്മെ അവഗണിക്കില്ല, ഉപേക്ഷിക്കില്ല. എവിടെയെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ, പോരായ്മ വന്നു കഴിഞ്ഞാൽ അത് നികത്താൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു കൊണ്ട് നമ്മുടെ ഇല്ലായ്മയിലും നമ്മുടെ പോരായ്മകളിലൊക്കെ നമ്മൾ തൃപ്തിപ്പെട്ട് ഈശോയുടെ തിരുസന്നിധിയിൽ ദ്രവ്യാഗ്രഹം, സമ്പത്തിനോടുള്ള അമിതമായ ആഗ്രഹം ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്നിരിക്കാം. സമ്പത്തിനോടുള്ള അമിതമായ ആഗ്രഹം എന്ന് പറയുന്നത്, ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തെ കഴിഞ്ഞുപരി നമ്മുടെ ജീവിതത്തിൽ സമ്പത്തിന് സ്ഥാനം കൊടുക്കുന്ന അവസ്ഥയാണ്. 1-ാം കൽപ്പനയ്ക്ക് തന്നെ അത് എതിരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ ദ്രവ്യാഗ്രഹം എന്നുള്ള ഒരു പാപം നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ ഉദാരശീലരാകണം, ദാനം ചെയ്യുവാനായിട്ട് മനസ്സുള്ളവരാകണം. പൗലോസ് ശ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 6-ാം അധ്യായം 11-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാ വിധത്തിലും സമ്പന്നരാക്കുകയും അത് ഞങ്ങളിലൂടെ ദൈവത്തിന് കൃതജ്ഞതാ സ്തോത്രമായി പരിണമിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിന്, മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നതിന്, മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതിനാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം സാമ്പത്തിക മേഖല ഒരുക്കിത്തരുന്നത്, അല്ലെങ്കിൽ കൂടുതൽ സമ്പത്ത് നൽകുന്നത് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നാം കടന്നു വരണം. അങ്ങനെ ഔദാര്യത്തോടെ മറ്റുള്ളവരെ സഹായിക്കുവാനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരുവാനും നമുക്ക് കഴിയണം. അതാകട്ടെ ഈ 22-ാം ദിവസം നമുക്ക് ചിന്തിക്കാനുള്ളത്. ദ്രവ്യാഗ്രഹം വെടിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഔദാര്യത്തോടെ ജീവിക്കുന്ന, വിശുദ്ധിയിൽ ജീവിക്കുന്നവരായി തീരുവാനായിട്ട് ഈശോ നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.